എല്ലാവർക്കും നമസ്കാരം. സുഖം എല്ലാവർക്കും. ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കാൻ കേട്ടോ. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പഞ്ചാബി സമോസയുടെ വീഡിയോയാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മളെ വസ്തിമമ്മി കാണിച്ചു തന്നിട്ടുള്ളത് പഞ്ചാബി സമോസ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. എല്ലാ സമോസ ഇഷ്ടമാണ്, പക്ഷെ കുറച്ച് കൂടുതൽ പഞ്ചാബി സമോസയോട് ഒരു പ്രേമം എല്ലാവർക്കും ഉണ്ട് അല്ലേ. പഞ്ചാബി സമോസ ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അതിന്റെ ഫോൾഡിങ്ങിന് ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന്റെ മാവ് ഒട്ടും തന്നെ വെള്ളം കൂടാൻ പാടില്ല. വെള്ളം കൂടി കഴിഞ്ഞാൽ അതിൽ വിള്ളല്, ഒരു തരം പൊള്ളൽ പോലെയൊക്കെ വരും. അപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് നല്ല മിൻസായിട്ടൊക്കെ കിട്ടണം. പക്ഷെ അതിന്റെ വെള്ളം നല്ല കറക്റ്റ് പാകാവണം, ടൈറ്റ് ആവണം, മാവ് ടൈറ്റ് ആവണം. പിന്നെ അതുപോലെ ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെയാണ്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സാവധാനം ഉണ്ടാക്കണം. കറപറാന്നൊക്കെ നമ്മൾ ഉണ്ടാക്കുക വെച്ചാൽ ഉൾഭാഗം വേവില്ല, പുറം ഭാഗം വെന്ത് കിട്ടും, ഉൾഭാഗം വേവില്ല, കഴിക്കാൻ യാതൊരു ടേസ്റ്റും ഉണ്ടാവില്ല. അതുപോലെ തന്നെ പഞ്ചാബി സമോസയുടെ ഫില്ലിങ്ങിനും ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ചെറുതായിട്ടൊക്കെ ഒന്ന് പറഞ്ഞു പോവാം കേട്ടോ. അപ്പൊ ഞാൻ ഇൻട്രോയിൽ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല വിചാരിച്ചിട്ടാണ് ഞാൻ ഇൻട്രോയിൽ ഇപ്പൊ ഇത്രയും കാര്യമായിട്ട് പറയണത്. പിന്നെ സാധാരണ സമോസയൊക്കെ ഒന്നും ഇങ്ങനെ കിടക്കുന്ന ഒരു സമോസയൊക്കെയാണ് നമ്മൾ പലതും കാണല്. ഇത് ഇരിക്കുന്ന സമോസയാണ്. പഞ്ചാബി സമോസയുടെ പ്രത്യേകത തന്നെ അത് ഇരിക്കുന്ന സമോസയാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ ആവുമെന്ന് വെച്ചാൽ അതിന്റെ ഫോൾഡിങ്ങിന്റെ വ്യത്യാസമാണ്. അപ്പൊ നമ്മളുടെ വസ്തിമമ്മി അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോവാനോ. ഒരു കാര്യം പറയാൻ മറന്നു, ഇപ്പോഴത്തെ വീഡിയോയിൽ നമ്മൾ 2 ചട്നിയാണ് കാണിച്ചത്. ആ ചട്നി നമ്മളെ പഞ്ചാബി സമോസയുടെ കൂടെ കഴിക്കാനൊക്കെ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. ഞാനത് എടുത്തു പറഞ്ഞേ ഉള്ളൂ, പക്ഷെ അത് എല്ലാറ്റിനും കൂടി നല്ലതാണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടാവും. അതുപോലെ തന്നെയാണ് പഞ്ചാബി സമോസ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് സമോസയ്ക്ക് വേണ്ട മസാല ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള കൂട്ടാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം അളവിനെടുക്കുക, എന്നിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ആ ജാറിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക, നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇത് എഴുതുമ്പോൾ സൗകര്യമാണ്, നമുക്ക് നോക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ടോ ഒരു പാൻ വയ്ക്കുക. ആ പാനിലേക്കും കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ആ ഓയിലിലേക്ക് എന്തൊക്കെ ഇട്ട് കൊടുക്കണമെന്ന് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, അത് നോക്കി ഓരോന്ന് ഇട്ട് കൊടുക്കുക. ഒരു 1/2 കപ്പ് ഗ്രീൻ പീസ് വേവിച്ച് വെക്കണം കേട്ടോ. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും നന്നായിട്ട് വേവിച്ച് മാഷ് ചെയ്ത് വെക്കണേ. 1/2 കപ്പ് മസാല 1/2 കപ്പ് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. അതുപോലെ ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്ത് വെച്ചതും പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നോക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് നിലക്കടല, അത് കുറച്ച് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കുക. അതും ആ കൂട്ടിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. നിലക്കടല, കപ്പലണ്ടി എന്നൊക്കെ പറയും. അതും എണ്ണയിലേക്കൊന്ന് വറുത്തെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് കസൂരി മെത്തി, അതും നല്ലോണം ഒന്ന് കയ്യിലിട്ട് തിരുമിയിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളുടെ മസാലക്കൂട്ട് തയ്യാറായി. പിന്നെ കിസ്മിസ് ഓപ്ഷനിലാണ്, അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഡോ ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് മെൽറ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരു വലിയ വായ്വട്ടമുള്ളൊരു പാത്രം എടുക്കുക. അതിലേക്ക് മൈദയും റവയും ഇതിൽ കൊടുത്ത എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. മാവ് കുഴയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, വെള്ളം കൂടാൻ പാടില്ല. വെള്ളം കൂടിക്കഴിഞ്ഞാൽ അതിൽ വിള്ളൽ വരും, പൊള്ളൽ വരും, ഒക്കെ വരും. നല്ല ഭംഗിയുള്ള സമോസ കിട്ടണം വെച്ചാൽ നല്ല ടൈറ്റായിട്ടുള്ള മാവന്നെ വേണം. അത് നന്നായിട്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് കുഴച്ചെടുക്കുക. ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കുക. ഒരു നല്ല തുണി ഇട്ടിട്ടൊന്ന് മൂടി വയ്ക്കുക. കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എത്ര സമോസ വേണോ അത് ഈക്വൽ ബോൾസായിട്ട് എടുക്കുക കേട്ടോ. നന്നായിട്ട് കുഴയ്ക്കുക തന്നെ വേണം, അപ്പോഴാണ് നല്ല സ്മൂത്തായിട്ട് കിട്ടുക. അതുപോലെ തന്നെ വെള്ളം കൂടാതെ അത് ശ്രദ്ധിക്കണം. ചപ്പാത്തിക്ക് പരത്തും പോലെ ഒന്നും പരത്തിയെടുക്കുക. ഓവൽ ഷേപ്പിലാണ് പരത്തേണ്ടത് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഓവൽ ഷേപ്പായിട്ടൊന്ന് പരത്തിയെടുക്കുക. നടുവിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക.
നമുക്കിനി കോൺ ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് കാണിക്കുന്നത്. ആദ്യം ഒന്ന് നനച്ച് കൊടുക്കുക കേട്ടോ, എന്നാൽ നിൽക്കണ്ടേ. അത് ഫോൾഡ് ചെയ്യണ വിധമൊക്കെ നമ്മൾ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് ഇതിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ കേട്ടോ. നന്നായിട്ട് നമ്മൾ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നനച്ച് കൊടുക്കുക. മോൾ ഭാഗം ഒന്ന് നനച്ച് കൊടുക്കുക. വിരൽ വെച്ചിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക. വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് വീഡിയോ കണ്ടു നോക്കിയാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുമേ. എന്നിട്ട് ആ തല ഈ തലയും പിടിച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് മസാല വെക്കണത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇതേപോലെ തന്നെ ഇതപ്പോൾ കോൺ രൂപത്തിൽ കിട്ടിയില്ലേ നമുക്ക്. ഇനി ആവശ്യത്തിനുള്ള മസാല ഫില്ല് ചെയ്യുക. ഒന്ന് നനച്ച് കൊടുക്കുക. ഇതാണ്ടോ ആ വിരൽ വെച്ചിട്ടൊന്ന് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. ആ അറ്റവും ഈ അറ്റവും ഒന്ന് ഒട്ടിക്കുക. എല്ലാ ഭാഗവും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ സമോസ റെഡിയായില്ലേ ഇപ്പോൾ. ഇനി അത് എല്ലാം അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അതിന് കുറച്ച് നേരം ഒന്ന് തുണിയിട്ടൊന്ന് മൂടി വെക്കുക കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കാൻ മറക്കല്ലേ. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചൂടാക്കാൻ വെക്കുക. എണ്ണ ചൂടായി എന്ന് നോക്കാൻ വേണ്ടി ഒരു കഷ്ണം ഇട്ട് നോക്കിയത് കേട്ടോ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെക്കണം, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം, പൊട്ടിപ്പോവരുത്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ കോരിയെടുക്കുക കേട്ടോ. അപ്പോഴേ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ നമ്മളുടെ പഞ്ചാബി സമോസ റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലുള്ള നല്ല ഭംഗിയുള്ള സമോസ കണ്ടോ, സൂപ്പറായിട്ടില്ലേ. ഇനി നമുക്ക് ആ ചട്നി, അതായത് സ്വീറ്റ് ചട്നിയും ഗ്രീൻ ചട്നിയൊക്കെ കൂട്ടി കഴിക്കാം. നമ്മളിതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അത് ശ്രദ്ധിക്കൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, താങ്ക് യു.